സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഏതെല്ലാം മേഖലയിലെ വെഞ്ചരിപ്പ് കിട്ടണോ ആ മേഖലയെല്ലാം സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചേ. അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകത്തിലൂടെ ദൈവം ചൊരിയുന്ന ആ വലിയ കാരുണ്യം ഇതാ നമ്മുടെ ജീവിതത്തിന്റെ മേലെ വെളിപ്പെടുകയും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. പൈശാചിക ശക്തികള് വിട്ടകന്നു പോകുന്ന നിമിഷം, രോഗപീഠകള് അകന്നു പോകുന്ന അത്ഭുത നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഏക മനസ്സോടെ വിളിക്കാമോ? ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം പരിശുദ്ധ രക്തത്താൽ അഭിഷേകം, യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം, സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം, സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ എന്നെ കഴുകണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ, കഴുകണമേ എന്നെ കഴുകണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ. ഹൃദയമങ്ങു കഴുകണമേ, എൻ മുറിവുകൾ ഉണക്കണമേ, എന്നാത്മമങ്ങു കഴുകണമേ, എൻ പാപമെല്ലാം മായ്ക്കണമേ, കഴുകണമേ എന്നെ കഴുകണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ, കഴുകണമേ എന്നെ കഴുകണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ. മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഒത്തിരിയേറെ മക്കള് അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറുകളാണ്. ഭയഭക്തിയോടെ ആയിരിക്കുക. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ.
പ്രാപ്യന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ, സ്വരമുയർത്തി എല്ലാവരും പരിശുദ്ധൻ അഭിഷേകത്തോടെ. കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് എല്ലാവരും കർത്താവേ നീ പരിശുദ്ധൻ. അഭിഷേകം നിറയട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം പരിശുദ്ധ കുർബാനയിൽ യെശയ്യാ പറഞ്ഞത് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന്. അപ്പത്തിനുള്ളിലോ അപ്പത്തുണ്ടിനുള്ളിലോ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മക്കളൊന്ന് നോക്കിക്കേ. കൊടുങ്കാറ്റിനെ ശാസിച്ചവൻ ഈ അപ്പത്തുണ്ടിനുള്ളിലുണ്ട്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ ഈ അപ്പത്തിനുള്ളിലുണ്ട്. ജീവൻ നൽകുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നവൻ ഈ അപ്പത്തിനുള്ളിലുണ്ട്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച യേശു ഈ അപ്പത്തിനുള്ളിലുണ്ട്. വിശ്വാസത്തോടെ നമുക്കൊരു നിമിഷം ഒന്ന് നോക്കി പ്രാർത്ഥിക്കാം. സുഖപ്പെടുത്തണേ, അനുഗ്രഹിക്കണേ, അഭിഷേകം ചെയ്യണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഓരോ മക്കളും പ്രാർത്ഥിച്ച് കർത്താവേ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ജെറുസലേമില് മാലാഖമാരും വിശുദ്ധരും അവിടുത്തെ ആരാധിക്കുന്നത് പോലെ ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്വർഗീയ ജെറുസലേമിലെ അതേ അഭിഷേകം തന്നെ, അതേ ശക്തി തന്നെ, അതേ കാരുണ്യം തന്നെ ഞങ്ങളിൽ ഓരോരുത്തരിലും വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇസ്ഹാക്കിന്റെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്മാരുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലന്മാരുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശുദ്ധ തോമാശ്ലീഹായുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സഭാപിതാക്കന്മാരുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ വൈദികരുടെയും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, ആരാധന. കരം വീശിക്കൊണ്ടോ ആരാധന എല്ലാവരും ആരാധന, ആരാധന, ആരാധന. സ്വരമുയർത്തി
എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ കരം വീശി പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം, ദൈവിക ശക്തി ഓരോ മക്കളിലേക്കും വ്യാപരിക്കപ്പെടുകയും പരിശുദ്ധ കുർബാനയിൽ നിന്ന്, അപ്പത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന അനേക രോഗികള് ഇപ്പോൾ ഈ ആലയത്തില് സൗഖ്യം പ്രാപിക്കുന്ന ആത്മാവ് വെളിപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി ഈശോയെന്ന് വിളിക്കാം. അബ്രാഹത്തിന്റെ ദൈവത്തെ വിളിക്കാമോ? ഇസഹാക്കിന്റെ ദൈവത്തെ വിളിക്കാമോ? യാക്കോബിന് അവകാശമായി ദൈവരാജ്യം കൊടുത്തവനെ വിളിക്കാമോ? ഇസ്രായേലിനെ അനുഗ്രഹിച്ച ദൈവത്തെ വിളിക്കാമോ? അപ്പസ്തോലന്മാരെ അഭിഷേകമാക്കിയ ദൈവത്തെ വിളിക്കാമോ? വിശുദ്ധരെ വിശുദ്ധരാക്കിയ ദൈവത്തെ വിളിക്കാമോ? ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമേ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന. അഭിഷേക നിമിഷമേ ആരാധന. ആരാധന 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 ആരാധന. അബ്രഹാമിക് നാഥന ആരാധന. യാക്കോബിൻ ദൈവമേ ആരാധന. ഇസഹാക്കിനിടയനേ ആരാധന. ഇസ്രായേൽ രാജനേ ആരാധന. ആരാധന 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 ആരാധന. യേശുവേ നന്ദി. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് ചൊരിയുന്ന വലിയ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. 4 വർഷമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും, എനിക്ക് 10 വർഷമായി ഹെർണിയയുടെ അസുഖം ഉണ്ടായിരുന്നു. അതിനാൽ ഞാൻ വയറിൻ്റെ ബെൽറ്റ് ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ മാസത്തിലുള്ള ധ്യാനത്തിലൂടെ ഈ രോഗം പൂർണ്ണമായി മാറിക്കിട്ടി. കുന്നനാന സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് ആ വചനത്തെ സ്വീകരിച്ചപ്പോൾ 10 വർഷമായിട്ടുണ്ടായിരുന്ന ഹെർണിയ രോഗത്തിൽ നിന്ന് കർത്താവ് പരിപൂർണമായ സൗഖ്യം കൊടുത്തു എന്ന് ആ സഹോദരി സാക്ഷിയുടെ മറിയാമ്മ കോര, എരുത്തിക്കൽ, കുടമാളൂർ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്.
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. യേശുവേ നന്ദി. മോളി എന്ന സഹോദരി സാക്ഷ്യപ്പെടും. ഞാനും എൻ്റെ മാതാപിതാക്കളും കുന്നനാനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ധ്യാനത്തിൽ പങ്കെടുത്തു. എൻ്റെ വലത് കൈയുടെ തോള് ഭാഗത്ത് ശക്തമായ വേദനയും നീരുമായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുണ്ടായിരുന്നില്ല. ആരാധന മധ്യേ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗത്തിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്ന് വിളിക്കാമോ? ഈശോയെ നിന്ന് വിളിക്കാമോ? ജൂലൈ 20 നടന്ന ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദൈവത്തിന്റെ കരുണയാൽ എനിക്ക് സാധിച്ചു. ആ ധ്യാനം പറയാൻ പറ്റാത്തതിലധികം അഭിഷേകം എനിക്ക് ലഭിച്ചു ധ്യാനത്തിലൂടെ. അതിന്റെ ഫലമായി എനിക്ക് 3 വർഷമായിട്ടുണ്ടായിരുന്ന പൈൽസ് രോഗത്തിൽ നിന്ന് പരിപൂർണമായി സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. ധ്യാനത്തിൽ ആ സഹോദരി പൈൽസ് രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ലൈല തോമസ് എന്ന സഹോദരി പാമ്പാടിയിൽ സാക്ഷ്യപ്പെടുത്തി. 8 മാസമായി ഞാനും എൻ്റെ മകനും എല്ലാ വെള്ളിയാഴ്ചയിലും മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബൈക്ക് ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് ചെയിൻ്റെ ഇടയിലും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ചെയിൻ ക്ലീൻ ചെയ്ത ആ 2 വിരലുകൾ ഈ ചെയിൻ്റെ ഇടയ്ക്ക് പോയി. അത് രണ്ട് വിരലുകൾ മുറിഞ്ഞ്, ഒരു വിരൽ മുറിഞ്ഞ് തൂങ്ങിക്കിടക്കുമായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു വിരൽ മുറിച്ച് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. തൂങ്ങിക്കിടക്കുന്നത് പിടിപ്പിക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അവരുടെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടു. 2 വിരലിൽ ഒരു വിരൽ പൂർണ്ണമായും കട്ട് ചെയ്തെന്ന് അവർ സാക്ഷ്യപ്പെടുന്നത്. ആ സമയം തന്നെ ഞങ്ങൾ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഞങ്ങളെ ഡ്രൈവർ തെള്ളകം മാതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന ഉടനെ ഡോക്ടർമാർ, നേഴ്സുമാർ റെഡിയായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ ആരോ വിളിച്ചു പറഞ്ഞു, ഇവരെ മെഡിക്കൽ കോളേജിലോട്ട് പോകാനായിട്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോന്നേ. പക്ഷേ ആരോ വിളിച്ചു പറഞ്ഞു എന്ന് ഇവർ പറയുന്നത്. ഡോക്ടർമാർ അവിടെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് കൈകൾ ഓപ്പറേഷൻ ചെയ്ത് അത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് റെഡിയാക്കി. ഇവിടെ ആ മുറിഞ്ഞ സമയം മുതൽ ഇന്ന് ഈ ആലയത്തിനുള്ളിലുണ്ട്. ഒരു വേദനയും അനുഭവപ്പെടുന്നില്ല എന്ന സഹോദരൻ പറയുന്നത്. ഒരു മുട്ടുസൂചി കുത്തിക്കീറുന്ന വേദന പോലും അനുഭവിക്കേണ്ടി വന്നില്ല എന്ന് പറയുകയാണ്. വിരല് മുറിഞ്ഞ് തൂങ്ങിക്കിടന്നിട്ട് പോലും ഒരു വേദനയും ഇതുവരെ, ഇന്നിപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു വേദനയില്ല ബ്രദറെ, ഒരു മുള്ളു കുത്തിക്കീറുന്ന വേദന പോലും എനിക്കുണ്ടായില്ല. വേദനകളെ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവിടുന്ന് വെളിപ്പെടുത്തുകയും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ജീവനുള്ള ദൈവം. വേദനകളെ ഒപ്പിയെടുക്കുന്നവൻ കൂടെ വസിക്കുമ്പോൾ വേദനകളെ മുഴുവൻ അവിടുന്ന് ഏറ്റെടുക്കുകയാണ്. ആരാ വിളിച്ചു പറയുന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. ഇവർ വല്ലോട് ചോദിച്ചിട്ട് ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഡോക്ടർമാരെ ഒരുക്കി നിർത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം. കരമുയർത്തി തമ്പുരാന്റെ ഈ അനന്തമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ശുഭി നന്ദി. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസതയ്ക്കും എന്തു യോഗ്യത
എന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. നന്ദി. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവം ചൊരിയുന്ന വലിയ കാരുണ്യത്തെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ ഈ ആരാധനയിൽ പതിവായി പങ്കെടുക്കാറുള്ള ഇടവകക്കാരിയാണ്. വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരുന്ന എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു പയ്യനു വേണ്ടി ഞാൻ ആരാധനയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. ആരാധന നടത്താനും തീരുമാനിച്ചു. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് പെൺകുട്ടി വിദേശത്തേക്ക് പോയി. 2-3 ആഴ്ചയ്ക്ക് ശേഷം ഫോൺ വിളി നിന്നു. ചില പ്രത്യേക കാരണങ്ങൾ പറഞ്ഞ് വിവാഹമോചനവും വലിയ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിൽ നിന്ന് വക്കീൽ നോട്ടീസ് വന്നപ്പോഴാണ് സീരിയസ്നെസ് മനസ്സിലാക്കിയത്. പെൺകുട്ടിക്ക് അനുകൂലമായാണ് പലപ്പോഴും നിയമങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് ഡൈവോഴ്സാണ് സാധ്യതയെന്നും പലരും പറഞ്ഞു. പലരോടും പ്രാർത്ഥനാ സഹായം യാചിച്ചു. അതൊരു ബഹുമാന്യനായ വ്യക്തി പോലും പറഞ്ഞു അത് വിട്ടുപോകട്ടെ എന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ പങ്കുചേർന്നിങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിദേശത്തായിരുന്ന ഈ സഹോദരി അവിടെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതിലൂടെ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ കുടുംബജീവിതം ആ പരാജയത്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. വത്സമ്മ ജോസഫ് നമ്പിയാകുളത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരി ഭർത്താവ് വീണ്ടും സാക്ഷി എഴുതുന്നത് ചിക്കാഗോയിൽ ആണ് അവർ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലെൻസിൽ ഒരു തടിപ്പ് വളർന്നുകൊണ്ടിരുന്നു. 1.5 സെൻറ്റിമീറ്ററായി. കഷത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ക്യാൻസറിൻ്റെതാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സ്കാനിങ്ങിൽ റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ തന്നെയാണെന്ന്, ശരീരം മുഴുവൻ അത് വ്യാപിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. അഡ്മിറ്റ് ആകാൻ ചെന്നപ്പോൾ കഷത്തിലെ മുഴ അപ്രത്യക്ഷമായി. പ്രിയപ്പെട്ട ഈ ആരാധനയിൽ ആ സഹോദരി ആരാധനയിലും കുർബാനയിലും അൽഫോൻസാമയുടെ നൊവേനയിലും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം ഹോസ്പിറ്റലിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ കഷത്തിലെ മുഴ അപ്രത്യക്ഷമായി. ശരീരത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ യാതൊരു രോഗവും കാണുന്നില്ല. ക്യാൻസർ രോഗത്തിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്ന കരങ്ങളുയർത്തി സ്വരമുയർത്തി 56ഓളം ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തി ഈശോ. കരമുയർത്തി ഒന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം, മക്കളെ സുഖപ്പെടുത്തുന്ന ദൈവം ഇതാ അപ്പത്തിലുണ്ട്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ, ഈശോയേന്ന് വിളിക്കാമോ? മറഞ്ഞിരിക്കുന്ന ദൈവത്തെ ഒന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിക്കാമോ? ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യാക്കോബിൻ ദൈവം എന്റെ ദൈവം, ഇസഹാക്കിൻ ദൈവം എന്റെ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ ദൈവം, ഇസഹാക്കിൻ ദൈവം എന്റെ ദൈവം. ആരാധിപ്പാൻ ശക്തൻ, സ്തുതിച്ചിടാൻ യോഗ്യൻ, ആരാധിപ്പാൻ ശക്തൻ, സ്തുതിച്ചിടാൻ യോഗ്യൻ ദൈവത്തെ നമുക്കിന്ന് ആരാധിക്കാം. യാഹന്ന ദൈവത്തെ ആരാധിച്ചിടാം, നമുക്കാരാധിക്കാം, നമുക്കാരാധിക്കാം. അവൻ വിളിച്ചാൽ കേൾക്കുന്ന ദൈവമല്ലോ, നമുക്കാരാധിക്കാം, നമുക്കാരാധിക്കാം. അവൻ പാപങ്ങൾ പോകുന്ന ദൈവം പാടാം, നമുക്കാരാധിക്കാം, നമുക്കാരാധിക്കാം. അവൻ വിളിച്ചാൽ കേൾക്കുന്ന ദൈവമല്ലോ, നമുക്കാരാധിക്കാം, നമുക്കാരാധിക്കാം. അവൻ പാപങ്ങൾ പോകുന്ന ദൈവമല്ലോ. ഹല്ലേലൂയ. വത്സമ്മ എന്ന സഹോദരി സാക്ഷിയുടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം നിയോഗം വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകൾക്ക് ബാങ്കിൽ ജോലി കിട്ടി.
ഇവിടെ വന്ന് ആരാധന കൂടാൻ തുടങ്ങിയിട്ട് 5 മാസമായി. ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് എൻ്റെ കുടുംബത്തിനും ദൈവം നിരവധിയായ അനുഗ്രഹം തന്നു. എൻ്റെ മകന് വലിയ മാർക്കില്ലാഞ്ഞിട്ടും പോലും നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും, അതുപോലെ തന്നെ ബെറ്റി എന്ന സഹോദരി കുടമാളൂർ പള്ളിയിൽ വന്ന് എല്ലാ വെള്ളിയാഴ്ചയിലും കുർബാനയിലും ആരാധനയിലും നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥനയുടെ ഫലമായി ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ ന്യൂറോ ടെക്നീഷ്യനായി പഠിച്ചിറങ്ങിയ മകന് നല്ല ശമ്പളത്തോടുകൂടി മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെന്നൈയിലുള്ള ജോർജ് IELTS ഒരു ക്ലാസ് പോലും പോകാതെ ജോലി തിരക്ക് മൂലം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുന്നത്. പരീക്ഷ എഴുതി, റീഡിങ്ങിൽ അല്പം വിഷമമായിരുന്നു. ഇവിടെ ആരാധന നടത്തി പ്രാർത്ഥനയുടെ ഫലമായി 7 മാർക്കോടെ പരീക്ഷ പാസ്സായി. ദൈവം നൽകിയ അനുഗ്രഹത്തിന് ആ സഹോദരൻ നന്ദി പറയുക. എൻ്റെ അയൽക്കാരുടെ മകന് ജോലി കിട്ടിയതിനും ആ കുടുംബം മേരി ചെറിയാൻ മണർകാട്ടുന്ന സാക്ഷ്യപ്പെടുന്ന നല്ല ജോലി കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ ഉയർത്തി ഈ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരങ്ങൾ ഉയർത്തി വിളിക്കാമോ? സ്വരം ഉയർത്തി ഒന്ന് വിളിക്കാമോ? ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ബീന എന്ന സഹോദരി പപ്പായ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുകയും, പപ്പായുടെ തലയിലേക്കുള്ള 2 ഞരമ്പുകൾക്ക് വേദനയായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിച്ച് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നിയോഗിച്ച് പ്രാർത്ഥനയുടെ ഫലമായി സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പമില്ല. 1 മാസം മരുന്ന് കഴിച്ചാലും മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ആ വലിയ സൗഖ്യത്തിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാലി ബാബു എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി, കുടമാളൂർ മുക്തിയമ്മയുടെ പള്ളിയിൽ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയും ആരാധനയും കൂടിയതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് കുഞ്ഞുണ്ടാകുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ സഹോദരി ഇപ്പോൾ 1 മാസം ഗർഭിണിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കും. കാര്യങ്ങൾ ഉയർത്തി തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സജി എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തി, ഞാൻ 5 വർഷമായിട്ട് വീട്ടുകാരുമായി പിണങ്ങി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കുടമാളൂർ പള്ളിയിൽ വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി സ്വന്തം വീട്ടിലേക്ക് തിരികെ വരുവാനും ഉള്ള കൃപ കർത്താവ് നൽകിയെന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും
പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. മേരി എന്ന സഹോദരി സാക്ഷി, എൻ്റെ മകന് ഒരു പെൺകുട്ടി ഉണ്ടായിട്ട് 6.5 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുകൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ സഹോദരി ഗർഭിണിയായി. വയറ്റിൽ കുഞ്ഞിനോടൊപ്പം ഒരു മുഴയും വളരുന്നുണ്ടായിരുന്നു. സ്കാനിങ്ങിൽ അവർ പറഞ്ഞു ഒരു മുഴയും വളരുന്നുണ്ടെന്ന്. അങ്ങനെ ഇവിടെ ആരാധനയിൽ തുടർച്ചയായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നോർമലായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തി. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹാലലുയ്യ, 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 ഹാലലുയ്യ. സ്വരമുയർത്തി സ്തുതിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഓർത്ത് സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ ആലയത്തിനുള്ളിലുണ്ട്. ഹാലലുയ്യ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നന്ദി. ബിനു എന്ന സഹോദരൻ, കുറേ വർഷങ്ങളായിട്ട് എൻ്റെ വയറിൽ വേദനയും തൊണ്ടയിലും നെഞ്ചിലും അസ്വസ്ഥയുണ്ടായിരുന്നു. ഞാൻ കുറേ ഡോക്ടർമാരെ കണ്ടെങ്കിലും ഒരു ഫലമുണ്ടായില്ല. അങ്ങനെ ഞാൻ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഫലമായി വേറെ ഒരു നല്ല ഡോക്ടറെ കാണുക. ഈ രോഗം ഇങ്ങനെ സ്ഥിരമായി നിൽക്കുന്നതിനാൽ എൻഡോസ്കോപ്പി, ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ നടത്താൻ ഡോക്ടർ പറഞ്ഞു. ഇവിടെ അങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ യാതൊരു കുഴപ്പവുമില്ലാതെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ അനന്തമായ കാരണത്തിന് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആലയത്തില് ഓരോ വെള്ളിയാഴ്ചകളിലും ദൈവം ചൊരിയുന്ന അനന്തമായ കാരുണ്യത്തെ ഓർത്ത് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് ഗാനത്തോട് ചേർന്ന് നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസതയ്ക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസതയ്ക്കും. എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോ. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസതയ്ക്കും. എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. നന്ദി. ഹല്ലേലൂയ. നമുക്കൊരു സാക്ഷിയോട് കേൾക്കാം. എൻ്റെ പേര് മേഴ്സി. ഞാൻ അവധിക്ക് നാട്ടിൽ അമേരിക്കയിലായിരുന്നു. അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ അന്ന് മുതൽ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. എനിക്ക് നല്ല ആശ്വാസം തോന്നി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ എല്ലാവരും സാക്ഷ്യപ്പെടുന്നത് കേട്ടപ്പോൾ എൻ്റെ മകൻ അമേരിക്കയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാതിരിക്കുകയായിരുന്നു. എല്ലാവരും സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ഈ സഹോദരിക്ക് വിഷമമായി. എനിക്കിവിടെ പറയണം, ശാഠ്യം പിടിച്ച ദൈവസന്നിധിയിൽ
പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച സാക്ഷ്യം പറയാനായിട്ട് കർത്താവ് അനുവദിക്കണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈശോയുടെ വലിയ കാരുണ്യം ഉണ്ടായി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. ആ സഹോദരിയുടെ മകന് ബയോമെഡിക്കൽ എഞ്ചിനീയറായി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവസന്നിധിയിൽ ശാഠ്യം പിടിച്ച് എനിക്ക് അടുത്ത വെള്ളിയാഴ്ച പറയണം, സാക്ഷ്യപ്പെടുത്തണം. ഇവരെല്ലാം പറയുന്നില്ല ഈശോയെ, എനിക്കും പറയണം. എൻ്റെ മകൻ 1 വർഷമായിട്ട് ജോലിയില്ലാതെ അവിടെ ഇരിക്കുക. അവന് ജോലി കൊടുത്താൽ ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് അവകാശമുണ്ട്. എനിക്ക് അടുത്ത വെള്ളിയാഴ്ച ആ അവകാശത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ താൻ കൊടുത്ത ആ വലിയ കൃപ, വലിയ അനുഗ്രഹം അനുഭവിക്കുവാൻ ആ വ്യക്തിക്ക് യോഗ്യത കർത്താവ് കൊടുക്കുക. പരിശുദ്ധ കുർബാനയിലേക്ക്, അപ്പത്തിലേക്കൊന്ന് നോക്കിക്കേ. സുഖപ്പെടുത്തുന്നവൻ, അനുഗ്രഹിക്കുന്നവൻ. ശാഠ്യം പിടിച്ച് ഈശോയെ എനിക്കും പറയണം. ഇവര് മഹത്വപ്പെടുത്തുന്നത് പോലെ എനിക്കും അങ്ങയെ മഹത്വപ്പെടുത്തണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തെ എനിക്കും മഹത്വപ്പെടുത്തണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ശാഠ്യം പിടിക്കാം. കരങ്ങൾ ഉയർത്തി ആ സഹോദരിയുടെ ആഴമായ വിശ്വാസം എനിക്കൊരു അനുഭവം ഉണ്ടായി. കടന്നു വന്നപ്പോൾ ആ സഹോദരി പറഞ്ഞതാ, ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള വലിയ അനുഭവമാണ് ആ വിശ്വാസത്തിൽ എത്തിച്ചത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ധനബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. ധനബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും, മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ, കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ, ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെ പോൽ, ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെ പോൽ ജീവനിലെന്നും ആരാധിച്ചിടാം. ജീവനിലെന്നും ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് പാടാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം വല്ലഭനാമൻ രക്ഷകനേശുവിന്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം
വല്ലഭനാമൻ രക്ഷകനേശുവിന് എല്ലാ നാവും പാടിടും മുഴങ്കാൽ മടങ്ങിടും എല്ലാ നാവും പാടിടും മുഴങ്കാൽ മടങ്ങിടും യേശുരാജനെ ആരാധിച്ചിടാം യേശുരാജനെ ആരാധിച്ചിടാം ആരാധിപ്പാൻ യോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം ആരാധിപ്പാൻ യോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം ആത്മനാഥനെ ആരാധിച്ചിടാം ആരാധിപ്പാൻ യോഗ്യം സ്തുതികളിൽ വസിക്കും 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 ആത്മനാഥനെ ആരാധിച്ചിടാം കരങ്ങളെടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? സ്വതന്ത്രമായിട്ട് വിളിക്കാമോ? ഈശോയെ 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 എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച് എല്ലാവരും വിളിച്ചേ. സർവശക്തനായ ദൈവം, മഹത്വപൂർണനായ ദൈവം ഇതാ നമ്മുടെ മധ്യത്തില് സുഖപ്പെടുത്തുവാൻ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളും സൗഖ്യം പ്രാപിച്ചു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തുവിന് സ്വീകാര്യമായ വത്സലം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് ഇതാ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോ അരുളി ചെയ്തു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. മുട്ടുമേലായിരിക്കാം. കർത്താവിന്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞേ. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിലേക്ക് നമ്മെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. ദൈവ സാന്നിധ്യം എവിടെ ഉണ്ടേ എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ കുർബാനയിലോ അപ്പത്തിനുള്ളിലോ യേശു ഉണ്ടേ എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. അനുദിനം ബലി അർപ്പിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അനുദിനം നിന്റെ സന്നിധിയിൽ ബലി അർപ്പിക്കുക കൃപ തരണേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയൊക്കെ അനുഗ്രഹിച്ച ദൈവം, പ്രവാചകന്മാരെ അനുഗ്രഹിച്ച ദൈവം, തൻ്റെ ഏകജാതനിലൂടെ ഇന്ന് തൻ്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുക. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മക്കൾക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് കൊടുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുക. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് നൽകുകയാണ്. തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് നൽകുകയാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, പരിശുദ്ധ കുർബാന സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് കൊടുത്തു.
ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ആ വലിയ അവകാശമാണ്. സൗജന്യമായി കാൽവരിയിൽ നേടിത്തന്ന ആ വലിയ അവകാശം, ദൈവമക്കളാകുവാനുള്ള ആ വലിയ കഴിവ്, അവകാശമാണ്. അമേരിക്കയിലുള്ള ചേച്ചി നാട്ടിൽ വന്നപ്പോൾ തനിക്ക് ലഭിക്കേണ്ട ആ വലിയ അവകാശത്തെ ചോദിച്ചപ്പോൾ സൗജന്യമായി അനുഗ്രഹം കൊടുത്ത തമ്പുരാന്റെ സ്നേഹം ഒന്ന് നോക്കിക്കേ. ജീവനുള്ള ദൈവത്തെ ഒന്ന് നോക്കിക്കേ, ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് നോക്കിക്കേ. വിശ്വാസത്തിലൂടെ പ്രാർത്ഥിക്കുക. ഞാൻ എല്ലാവരും സാക്ഷ്യം പറയുന്നുണ്ട്, എനിക്ക് അടുത്ത വെള്ളിയാഴ്ച നിന്നെ മഹത്വപ്പെടുത്തണം, എനിക്കിത് അവകാശമാ, തന്നേ പറ്റത്തുള്ളൂ. വിശ്വാസത്തിന്റെ ഉൾക്കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. ഹൃദയത്തിൽ നിന്ന് ഉള്ള ആ ഒരു വിളി, ഹൃദയത്തിൽ നിന്നുള്ള കണ്ണുനീര് തമ്പുരാൻ കാണുകയാണ്. നിന്റെ കണ്ണുനീർ കണങ്ങളെ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചു, നിന്റെ അലച്ചിലുകളെ ഞാൻ എണ്ണിയെന്ന സങ്കീർത്തനത്തിലൂടെ ദൈവം തന്നിരിക്കുന്ന വചനത്തിന്റെ അഭിഷേകം. കർത്താവ് ഓരോ തുള്ളി കണ്ണുനീരിനെയും കുപ്പിയിൽ ശേഖരിക്കുന്ന നിമിഷം അനുദപിക്കാം, കണ്ണുനീരൊഴുക്കാം. ഈശോയെ, പാപം ചെയ്തതിലൂടെ കടന്നു വന്നിരിക്കുന്ന പരിണിത ഫലങ്ങളെല്ലാം അവിടുന്ന് ഈ തിരുമണിക്കൂറുകളിൽ അവിടുത്തെ ശരീരത്തിലൂടെ ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷ ഞങ്ങൾക്ക് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമ്പത്തിനോടുള്ള ആ വലിയ ആസക്തി, മോഹം ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനുള്ളതുപോലെ കൊടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, വാഗ്ദാനം ചെയ്യുന്നത് പലതും നിറവേറ്റുവാൻ സാധിക്കാത്ത അവസ്ഥ. ചിലരോട് വാഗ്ദാനം ചെയ്യും, ഞാൻ കൊടുക്കാൻ, ഞാൻ തരാമെന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. സമ്പത്തിനോടുള്ള ആഗ്രഹം മക്കളെ, കരുണയുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൊടുക്കണം തോന്നും, കുറച്ച് കഴിയുമ്പോൾ ആ കാരുണ്യം നഷ്ടപ്പെടുകയാണ്, പിന്നെ കൊടുക്കാൻ പറ്റത്തില്ല. വലിയ അപകടമാണ്. നിത്യജീവൻ നമുക്ക് നഷ്ടമാവുകയാണ്, സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ ധനാസക്തിയാണ് പല നന്മകളും ചെയ്യുവാൻ തടസ്സമായിരിക്കുന്നത്. ധനാസക്തി എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ധനമോഹത്തെ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തോടുള്ള എല്ലാ വ്യഗ്രതകളെയും ഈശോയെ ഏറ്റെടുക്കണമേ. നീ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നീട് നീ എൻ്റെ പിന്നാലെ വരിക. ദൈവരാജ്യം ആഗ്രഹിച്ചുകൊണ്ട്, നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന മകനോട് ഈശോ പറഞ്ഞത്, നീ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ പിന്നാലെ കടന്നു വരുവാനോ. ധനാസക്തിയോടെ, ദ്രവ്യത്തോടുള്ള ആസക്തിയോടെ നീ കടന്നു വന്നാൽ നിനക്ക് ദൈവരാജ്യം അനുഭവിക്കുവാൻ, നിത്യജീവൻ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്ന മനോഭാവം, നിന്റെ ശരീരത്തെ പോലെ മറ്റുള്ളവരുടെ ശരീരത്തെ കാണുവാനുള്ള ആ ഒരു മനോഭാവം തരണേയെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ദരിദ്രനോട് ദയ കാണിക്കുന്ന ഒരു മനോഭാവം ഈശോയെ തരണേയെന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കൃപയാ മക്കളെ. സഹോദരന്റെ സാക്ഷ്യം കേട്ടില്ലേ? വീട് വിട്ടിറങ്ങി പിണങ്ങി ഇറങ്ങിപ്പോന്നു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് മാതാപിതാക്കളോട്, ആ കുടുംബത്തോട് ക്ഷമിക്കുവാനുള്ള കൃപ കൊടുത്തുകൊണ്ട് ആ സഹോദരനെ ആ ഭവനത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. തൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വന്തം ഭവനവും മാതാപിതാക്കളെയും അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് ആ ഇളയ മകന് അനുഗ്രഹം കൊടുക്കുകയാണ്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? നന്ദി പറഞ്ഞ മക്കളെ, എൻ്റെ സ്വന്തം ദേശത്തു നിന്ന് കടന്നു വന്ന സഹോദരനാണ്. പാവം, ആ മകൻ ഒന്നും അറിയത്തില്ലാതെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൃപ കൊടുത്തതാ. ബ്രദറെ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തമ്പുരാന്റെ മുന്നിൽ. മാതാപിതാക്കളോട് ക്ഷമിച്ച് തിരികെ മടങ്ങിപ്പോയി അവരോടൊത്ത് വസിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടി ആ മകൻ ദിവസേന പ്രാർത്ഥിക്കാൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയാണ്. ആ മകനെ സാക്ഷ്യപ്പെടുത്തി എൻ്റെ അപ്പനോടും അമ്മയോടും ചേർന്നിരുന്ന് ജപമാല ചൊല്ലി സന്ധ്യാപ്രാർത്ഥന നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈശോ എനിക്ക് കൃപ നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ മക്കളെ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
ധനമോഹമാണ് എല്ലാ പാപത്തിന്റെയും അടിസ്ഥാനം. ധനത്തോടുള്ള ആസക്തി ദൈവത്തിൽ നിന്ന് അകലുന്നു. ധനസമ്പാദ്യത്തിന് വേണ്ടി വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവാനുഗ്രഹം നഷ്ടമാകുകയാണ്. ധനാസക്തിയാണ് എല്ലാ പാപത്തിന്റെയും അടിസ്ഥാനം. മക്കൾ പ്രാർത്ഥിച്ചേ, ദൈവരാജ്യം അവകാശമായി കിട്ടണമെങ്കിൽ നിന്റെ ഹൃദയത്തിലുള്ള ധനത്തോടുള്ള ആസക്തി വിട്ടകലണം. അത് കൃപയാണ്. എനിക്ക് തമ്പുരാൻ കൃപ തന്നു എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തി. ഒറ്റയ്ക്കാണ് ചെലവ് കുറവ്, അധ്വാനിച്ചുകൊണ്ടിരുന്നത് മിച്ചിരിക്കുന്നോർത്തായിരിക്കും പോയത്. തമ്പുരാന്റെ അനന്തമായ കാരുണ്യം അനുഭവിച്ചപ്പോൾ ദൈവത്തിന്റെ ദാനമാണ് സമ്പത്തെന്ന് തിരിച്ചറിവുണ്ടാവുകയാണ്. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എന്നോട് കരുണ കാണിക്കണേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുക. ഈശോയെ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അസൂയ, അഹങ്കാരം, മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോഴുള്ള വിഷമം, ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം, അസൂയ. മറ്റുള്ളവന്റെ അഭിവൃദ്ധി കാണുമ്പോൾ നിന്റെ വീട്ടിലുള്ളവരുടെ ആയിരിക്കാം, അല്ലെ അയൽവാസികളുടെ ആയിരിക്കാം, നിന്റെ സഹോദരങ്ങളുടെ ആയിരിക്കാം. വളർച്ച കാണുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഒരിക്കലും ദൈവരാജ്യം അവകാശമായി നിത്യജീവൻ നിനക്ക് ലഭിക്കത്തില്ല. ഈശോ പറഞ്ഞതാ, നിത്യജീവൻ വേണോ, ദൈവരാജ്യം വേണോ, നിന്റെ ഹൃദയം നിർമ്മലമായിരിക്കണം. പ്രാർത്ഥിച്ചേ, നല്ലൊരു ഹൃദയം ഈശോയെ തരണേ എന്ന് പ്രാർത്ഥിച്ചേ. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഉയർത്താം. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സമ്പത്തിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ, കർത്താവേ, ഏഴിരട്ടിയായിട്ട് തിരികെ തരുന്ന നിന്റെ ദൈവത്തിന്റെ കാരുണ്യം, അവിടുത്തെ കാരുണ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നവരെയും സമ്പത്ത് സമർപ്പിച്ചിരിക്കുന്നവരെയും എല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കരമുയർത്തി എല്ലാ മക്കളെയും ഉയർത്തിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ രോഗികളെയും ഓർത്തൊന്ന് വിളിക്കാമോ? എല്ലാ നിയോഗങ്ങളെയും ഓർത്തൊന്ന് വിളിക്കാമോ? വേദനിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് വിളിക്കാമോ? ഹോസ്പിറ്റലിൽ കഴിയുന്ന ഓരോ മക്കളെയും ഓർത്ത് വിളിക്കാമോ? കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഓർത്ത് വിളിക്കാമോ? കടബാധയിലൂടെ കടന്നു പോകുന്ന മക്കളെ ഓർത്ത് വിളിക്കാമോ? കുടുംബജീവിതം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്തൊന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ശുഭേ നന്ദി. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വിദേശരാജ്യങ്ങളിലെ ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന ഒത്തിരിയേറെ മക്കള് വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങളുയർത്തി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം, 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 ഈശോയെ എന്ന് വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം, സ്വതന്ത്രമായിട്ട് വിളിക്കാം. എല്ലാവരും വിളിച്ച് ഈശോയെ വിളിച്ച്, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന യേശുവിനെ വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, ശക്തിയോടെ വിളിച്ച്, സ്നേഹത്തോടെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ധ്യാനത്തെ സമർപ്പിച്ച് വിളിക്കാമോ? ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും ഓർത്തൊന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ധ്യാന സെന്ററിനെ സമർപ്പിച്ചൊന്ന് വിളിക്കാമോ? ശുശ്രൂഷയെ ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിച്ചൊന്ന് വിളിക്കാമോ? ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തൊന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. കൃപ ചൊരിയുന്നതിനോർത്ത് നന്ദി പറഞ്ഞ്, അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞ്, അഭിഷേകം ചെയ്തതിനോർത്ത് നന്ദി പറഞ്ഞ്, ഈ കൂട്ടായ്മയോട് ചേർത്ത് നിർത്തിയതിനോർത്ത് നന്ദി പറഞ്ഞ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. വരുന്ന മാസങ്ങളിലെ ധ്യാനത്തിൻ്റെ നോട്ടീസുകൾ ദേവാലയത്തിൻ്റെ ഇരുവശത്തും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ഇടവക ദേവാലയങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നവരുടെ കൈകളിലൊക്കെ ഇത് എത്തിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വലിയ ദൈവ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിൻ്റെ മറ്റുള്ളവരെ പറഞ്ഞു വിടുക, ധ്യാനത്തിലേക്ക് ഈ ശുശ്രൂഷയിലേക്കൊക്കെ അനേകരെ കൂട്ടിക്കൊണ്ടുവരിക. അത് വലിയ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുക, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. എല്ലാവരെയും ആ ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവ് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പെസഹാ